കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഷീതു, എന്തടി എല്ലാവരും ഇങ്ങനെ അന്യഗ്രഹജീവിയെ കാണുമ്പോൾ തുറച്ചു നോക്കുന്നേ? നമ്മളൊന്നും ഇടാതെല്ലാം നടക്കുന്നേ. കോളേജിലേക്ക് നടക്കുമ്പോൾ ശ്രീ കുറച്ച് കുട്ടികളുടെ നോട്ടം കണ്ട് ഷീതുവിനോട് ചോദിച്ചു. മിണ്ടാതെ വാടി, ഇപ്പൊ തന്നെ വൈകി. എന്നാലും ഇവിടെ നോട്ടൊന്നും എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ. എൻ്റെ ശ്രീ, അവർക്ക് നിന്നെ എങ്ങനെ നോക്കാതിരിക്കും? ഇന്നലെ നടന്നതൊക്കെ കോളേജിൽ മുഴുവൻ പാട്ടായി കാണും. അതിനിപ്പോൾ എന്താ ഇങ്ങനെ നോക്കാൻ? ലോകത്ത് ഞാൻ മാത്രമല്ലല്ലോ കല്യാണം കഴിക്കുന്നേ. ഇവരുടെ നോട്ടം കൊണ്ടൊന്നും ഞാൻ തളരില്ല. ഇതാണ് എൻ്റെ ശ്രീ. നീ അങ്ങനെയൊന്നും തളരുന്ന മുതലല്ലെന്ന് എനിക്കും അറിയാലോ. ദാറ്റ്സ് മീ. മതി മതി, വല്ലാതെ പോങ്ങണ്ട. അതും പറഞ്ഞ് ഷീതു ശ്രീയെയും വലിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സിൻ്റെ മുൻപിലെത്തിയപ്പോൾ ശ്രീ കണ്ടു തന്നൊരു പരിഹാസച്ചിരിയോടെ നോക്കി നിൽക്കുന്ന അനഘയെ. അവളെ നോക്കി പൂജിച്ചുകൊണ്ട് ശ്രീ ക്ലാസ്സിലേക്ക് കയറിപ്പോയി. എന്നാലും എൻ്റെ ശ്രീ, നിനക്ക് ഞങ്ങളോടെങ്കിലും ഒന്ന് പറയായിരുന്നു നിന്റെ കല്യാണം കഴിഞ്ഞത്. അതെന്നെ, അന്ന് ആ റെസ്റ്റോറൻറ്റ് വെച്ച് നമ്മൾ കണ്ടത് ഇവിടെ കെട്ടിയനായിരുന്നില്ലേ? അന്ന് എങ്ങനെ അറിയോന്ന് ചോദിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞേ? അല്ല, എന്തായിരുന്നു നിങ്ങളുടെ വിവാഹം? നീ എന്നെ ഇങ്ങോട്ട് വരുമ്പോൾ താലി സിന്ദൂരം തൊടാഞ്ഞേ? ശ്രീ സെറ്റിയിൽ വന്നിരുന്നതും എല്ലാവരും കൂടി പരിഭവവും പലവിധ ചോദ്യങ്ങളും അവൾക്ക് നേരെ തൊടുത്തു വിട്ടു. അവരുടെ ചോദ്യം കേട്ടതും ശ്രീ ഒന്ന് ഇളിച്ചുകൊണ്ട് ഓരോന്നിനും മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? എല്ലാതും കുറെ നേരായി. എൻ്റെ കല്യാണം കഴിഞ്ഞു, ശരിയാ, ആരോടും പറയാനും പറ്റില്ല. 8-10 കുട്ടികളും ഞങ്ങൾക്കുണ്ടായി, അതും ആരോടും പറയാൻ പറ്റില്ല. ഇളയ കൊച്ചിനെ നൂലുകെട്ട അടുത്ത ആഴ്ച. അപ്പം എല്ലാവരെയും കുടുംബസമേതം വിളിക്കാട്ടോ. ഇനി അവിടേക്ക് നാളും നക്ഷത്രവും നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ എനിക്കിപ്പോൾ പറയാൻ സൗകര്യമില്ല. ഇത്രയും അറിഞ്ഞപ്പോൾ നിനക്കൊക്കെ സമാധാനമായില്ലേ? ഇനിയും വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണ്ട, ദേ ഇവളോട് ചോദിച്ചാൽ മതി. അവരുടെ വിടാതെയുള്ള കുത്തി ചോദ്യങ്ങൾ കേട്ടതും ദേഷ്യം വന്ന ശ്രീ അത്രയും പറഞ്ഞ് കലിപ്പില്ല അവിടുന്ന് എണീറ്റ് പോയി. ശ്രീയുടെ പിന്നാലെ എണീറ്റ് പോകാൻ നിന്ന് ഷീതുവിനെ അവിടെ തന്നെ പിടിച്ചിരുത്തി എല്ലാവരും അവളോട് ഓരോന്ന് ചോദിച്ചറിയാൻ തുടങ്ങി. ഏയ് ശ്രീ, എന്താ ഇവിടെ വന്നിരിക്കുന്നേ? കോളേജിന്റെ തണൽ മരത്തിന്റെ ചോട്ടിലുള്ള ഇരിപ്പിടത്തിൽ ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന ശ്രീയുടെ അടുത്തേക്ക് വന്നിരുന്നത് കൊണ്ട് ആദി ചോദിച്ചു. പെട്ടെന്ന് ആദിയുടെ ശബ്ദം കേട്ടതും ശ്രീ ഒന്ന് ഞെട്ടി. പിന്നെ ആദിയെ കാണാതെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റി അവനെ നോക്കി പുഞ്ചിരിച്ചു. താരെന്താടെ ഇവിടെ വന്നിരിക്കുന്നേ? ക്ലാസ്സില്ലേ? ക്ലാസ് ഉണ്ട് ആദ്യേട്ടാ. ക്ലാസ്സിൽ ഇനി ഇരുന്ന ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയതുകൊണ്ടാ ഇറങ്ങിപ്പോന്നേ. എന്താടോ? ശ്രീ പറയുന്നത് കേട്ട് ആദ്യം സംശയത്തോടെ ചോദിച്ചു. അവിടെയൊക്കെ സംശയത്തിന് ഉത്തരം നൽകുന്തോറും അവിടെയൊക്കെ സംശയം കൂടുകയല്ലാതെ കുറയുന്നില്ല. ഹാ, പോട്ടടോ, വിട്ടുകളാം. ആദ്യം പറയുന്നത് കേട്ടതും അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി. കുറച്ചു നേരം ഇരുവരും ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കിയിരുന്നു. ആദ്യേട്ടാ. അല്പനേരത്തെ മൗനത്തിന് വിരാമം കൊണ്ട് ശ്രീ വിളിച്ചു. വേണ്ട ശ്രീ, എനിക്കറിയാം നീ എന്താ പറയാൻ വരുന്നതെന്ന്. നീ പേടിക്കണ്ട, ഇനി നിന്റെ മുന്നിലൊരു തടസ്സമായിട്ട് ഞാൻ വരില്ല. ആദ്യേട്ടാ, ഞാൻ അങ്ങനെ... ശ്രീ പറഞ്ഞു തുടങ്ങിയതും അവൻ കൈയുയർത്തി തടഞ്ഞു. തേറ്റ എൻ്റെ ഭാഗത്താണ് ശ്രീ. നിനക്ക് പറയാനുള്ളത് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പം എനിക്കതൊട്ട് വിഷമമില്ല. അത് കരുതി നിന്നെ മറക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് നിന്നോടുള്ളത് വെറും അട്രാക്ഷൻ മാത്രമായിരുന്നില്ല. പക്ഷേ ഇപ്പം അങ്ങനെ വിശ്വസിക്കാനായി എനിക്കിഷ്ടം. കാരണം മറ്റൊരാളുടെ താലിയുടെയും സിന്ദൂരത്തിൻ്റെയും അവകാശിയെ അറിഞ്ഞുകൊണ്ട് മനസ്സിലിട്ട് നടക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യം അവളുടെ കാലത്തിലെ താലിയിലേക്കും നെറുകയിൽ ചാർത്തിയിരിക്കുന്ന സിന്ദൂരത്തിലേക്കും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഷീതുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ശ്രീ അന്ന് ആദ്യമായി താലി മറച്ചു വെക്കാതെയും സിന്ദൂരരേഖയിൽ സിന്ദൂരം തൊട്ടുമായിരുന്നു വന്നിരുന്നത്. പിന്നെ നിനക്ക് എന്നും നല്ലൊരു ഫ്രണ്ടായി എന്നും എന്തിനും ഞാൻ കൂടെ ഉണ്ടാകും. പിന്നെ ഇനി ആ രുദ്രനൊത്ത് പേടിക്കണ്ട. സസ്പെൻഷൻ തീർന്നാലും ഈ പാടത്തൊന്നും അവനിങ്ങോട്ട് വരില്ല. അവൻ്റെ മൂക്കിൻ്റെ പാമ്പമ്പാല നിന്റെ കെട്ടിയവൻ്റെ ഇടിയിൽ തകർന്നു എന്ന് കേട്ടത്. ആദ്യ ചിരിയോടെ പറഞ്ഞതും ശ്രീയുടെ ചുണ്ടിലേക്കും അതേ ചിരി വ്യാപിച്ചിരുന്നു. കുറച്ചു നേരം ആദിയോട് സംസാരിച്ചിരുന്നതും സ്ത്രീക്കുള്ളിൽ നിന്നും ഭാരമുള്ള എന്തോ ഒരു വസ്തു ഇറങ്ങിപ്പോയ പോലെ തോന്നി. ഞാൻ പോവടി, ഈ പീരീഡെങ്കിലും ക്ലാസ് കയറട്ടെ. ശരി ആദ്യേട്ടാ. പിന്നെ ഇവിടെ അധികം നേരം ഇരിക്കാതെ ക്ലാസ്സിൽ കയറി പോകാൻ നോക്ക്. നെക്സ്റ്റ് വീക്ക് എക്സാമാണ്, അത് മറക്കണ്ട. മറക്കില്ലായേ. ശ്രീ ആദ്യം പോകുന്നു നോക്കി വിളിച്ചു പറഞ്ഞു. ആദ്യം തന്നെ മനസ്സിലാക്കിയതിൽ ഇത്രയും നേരം സംസാരിച്ചതോർത്ത് ശ്രീക്ക് സന്തോഷം തോന്നി. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നതിന് ശേഷം ശ്രീ സന്തോഷത്തോടെ ചാടിത്തുള്ളി ക്ലാസ്സിലേക്ക് പോയി. ദിവസങ്ങൾ കടന്നുപോയി. ശ്രീയുടെയും ഷീതുവിൻ്റെയും 3 വർഷത്തെ കലാലയ ജീവിതത്തോട് വിട പറഞ്ഞ് ലാക്സ് എക്സാം എഴുതി വിങ്ങുന്ന മനസ്സോടെ എല്ലാവരും 1000 ഓർമ്മകൾ സമ്മാനിച്ച് കോളേജിൻ്റെ പടിയിറങ്ങി. ഫ്ലാറ്റിലെത്തിയ ഷീതുവിനെയും ശ്രീയെയും കൂട്ടിക്കൊണ്ടുപോകാൻ ഉണ്ണി അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഫ്ലാറ്റ് പൂട്ടി ഇറങ്ങാൻ നേരം ഇനി അങ്ങോട്ട് തിരിച്ചു വരില്ലെന്നോർത്ത് ശ്രീയുടെയും ഷീതുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു.
എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞ് അവരിറങ്ങി. ശ്രീയുടെ സ്വഭാവം വെച്ച് ആ ഫ്ലാറ്റിലുള്ളവരൊക്കെ ആയിട്ട് ശ്രീ നല്ല കമ്പനിയായിരുന്നു. ബായി നാട്ടിലേക്ക് പോയത് കൊണ്ട് യാത്ര പറയാൻ കഴിയാത്തത് ശ്രീക്ക് നല്ല വിഷമായിരുന്നു. ഉണ്ണിയേട്ടാ, ഇതെന്ന് എൻ്റെ ബാഗ് വണ്ടി വെക്കാത്തേ? അതോ, നീ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്കല്ല പോരുന്നേ. പിന്നെ ഞാനങ്ങോട്ട് പോകുന്നേ? അമരാവതിയിലേക്ക്. നിന്നെ കൊണ്ടുപോകാൻ ശിവപ്പ് വരും. എന്ത്? ഞാനങ്ങോട്ട് പോവില്ല. എനിക്ക് നിങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വന്നാൽ മതി. ഷീതു, നീ ഒന്ന് പറയടി എന്നെ കൂടെ കൂട്ടാൻ. ശ്രീ പറയുന്നത് കേട്ടതും ഷീതു ഉണ്ണിയെ പേടിച്ച് ഒന്നും മിണ്ടാകുന്നു. ശ്രീ, വെറുതെ അടവർക്കണ്ട. അച്ഛമ്മയെ പറഞ്ഞ് നിന്റെ ശിവയുടെ കൂടെ വിടാൻ. അത് കരുതി എനിക്കില്ല എൻ്റെ വീട്ടുകാരെ കാണാൻ കൊതി. അതിനവരല്ലേ നിന്നെ കാണാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നത്. പിന്നെ അവിടെ എത്തി 2 ദിവസം നിന്നിട്ട് നിനക്ക് വീട്ടിലേക്ക് വരാലോ. എന്നാലും ഒരെന്നാലുമില്ല. അച്ഛമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. അതുകൊണ്ട് നല്ല കുട്ടിയായി അവൻ്റെ കൂടെ പോകാൻ നോക്ക്. കള്ളക്കിളവി, അതിനെ മിക്കവാറും ഞാൻ കൊല്ലും. എന്ത്? ശ്രീ പിറുപിറുക്കുന്നത് കേട്ട് ഉണ്ണി ചോദിച്ചു. ഒന്നുമില്ല, വയസ്സായിട്ട് സ്വഭാവത്തിനൊരു മാറ്റിലൊന്ന് പറഞ്ഞതാ. അപ്പോഴേക്കും ശിവയുടെ കാർ അവിടെ വന്നു നിന്നിരുന്നു. ഏട്ടാ, ശ്രീ വീണ്ടും പ്രതീക്ഷയോടെ ഉണ്ണിയെ വിളിച്ചു. പോയി കാറ് കയറാൻ നോക്ക് ശ്രീ, അവന് ടൈമില്ല. ഉണ്ണി ശ്രീയുടെ ലഗേജ് ശിവയുടെ കാറിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. പോടെ ദുഷ്ട. എടി ശീതമേ, ഞാൻ പോവാ. നീ വിഷമിക്കണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാട്ടോ. ശ്രീ ശീതുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഉടനെ വരണമെന്നില്ല, കുറച്ച് ദിവസങ്ങളിൽ ഞാനൊന്ന് മനസ്സമാനത്തോടെ നിന്നോട്ടെ. പോടി ബ്രൂട്ടസി. ശ്രീ ശീതുവിൽ നിന്ന് മടർന്നു മാറി അവളുടെ വയറ്റിനോട് കുത്തുവെച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞതാടി, അതെനിക്ക് അറിഞ്ഞൂടെ എൻ്റെ മൂത്തേ. 2 പേരും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് കണ്ടതും കാറിലിരുന്ന ശിവ നീട്ടി ഹോണടിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഞാൻ, നീ ശീതു, ഞാൻ പോവാ, പിന്നെ കാണാം. ശരി, എത്തിയിട്ട് വിളിക്കണേ ഡി. ഓക്കെ ഡി. ശീതുവിനോട് അതും പറഞ്ഞ് ശ്രീ ഉണ്ണിക്ക് കൈവീശി കാണിച്ച് ശിവയെ മൈൻഡ് ചെയ്യാതെ കാറിൽ കയറിയിരുന്നു. നീ എന്താടി വരുന്നില്ലേ? അതോ ഇവിടെ തന്നെ നിൽക്കാനാണ് ഉദ്ദേശം? അകന്നു പോകുന്ന ശിവയുടെ കാറും നോക്കി നിറകണ്ണാളെ നിൽക്കുന്ന ശീതുവിനെ നോക്കി ഉണ്ണി ഗൗരവത്തിൽ ചോദിച്ചു. ആ ഉണ്ട്. എന്തുണ്ടെന്ന്? ഞാൻ വരുന്നുണ്ടെന്ന്. എന്നാ മിഴിച്ച് നിൽക്കാതെ കാറി കയറടി. ഷീതു ബാക്ക് സീറ്റിൽ കയറാൻ നിന്നു. ഞാനെന്താടി നിന്റെ ഡ്രൈവറോ? മുന്നിൽ വന്ന് കയറടി. ഉണ്ണിയുടെ ചോദ്യം കേട്ടതും ഷീതു ദേഷ്യം കടിച്ചു പിടിച്ച് ബാക്ക് ഡോർ അടച്ചു. എന്നിട്ട് കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. ഓ, ഇങ്ങർക്ക് എന്തൊരു ചാടിയാ. കുറെ ദിവസം ശേഷം കാണുകയല്ലേ, അറ്റ്ലീസ്റ്റ് സുഖമാണെന്ന് നിങ്ങൾ ചോദിച്ചൂടെ? ഒന്നുമില്ലെങ്കിലും ഞാൻ ഇങ്ങയുടെ ഒരേ ഒരു കെട്ടിയോളല്ലേ. എനിക്കും അറിയാം ജാടിട്ടിരിക്കാൻ. ശ്രീ ശിവ നോക്കാത്തത് കണ്ടത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. നീ ഇവിടെ ഇറങ്ങി നടന്നോ. ശിവ വീടിന്റെ ഗേറ്റിന് മുന്നിൽ കാർ നിർത്ത ശ്രീയോട് പറഞ്ഞു. ഇവിടെ? ആ, അതെന്താ നിങ്ങളുടെ ഈ പാട്ട കാർ ഉള്ളിലേക്ക് കയറില്ലേ? എനിക്ക് ടൈമില്ല, വേഗം ഇറങ്ങി പോവാൻ നോക്ക്. അപ്പം എൻ്റെ ലഗേജൊക്കെ ആരെടുക്കും? നീ എടുക്കണം. ഞാനോ? അല്ലാതെ പിന്നെ വേഗം ഇറങ്ങി പോവാൻ നോക്ക്. ശിവ ഗൗരവത്തിൽ പറഞ്ഞതും ശ്രീ പുറത്തേക്ക് ഇറങ്ങി. ഈ കാലം കൊണ്ട് എനിക്കിട്ട് മനഃപൂർവ്വം പണി തന്നതാ. ഇവർക്ക് വീട് ഇവിടെ അടുത്തെവിടെയും വെച്ചാൽ പോരെ. ശ്രീ പിറുപിറുത്തുകൊണ്ട് കയ്യിലുള്ള ബാഗും വലിച്ച് മുന്നോട്ട് നടന്നു. അല്ല, ആര്? എൻ്റെ ഏട്ടനുള്ള ദേഷ്യമാണോ ഈ ബാഗിലോട് തീർക്കുന്നേ? ബാഗും വലിച്ചു വരുന്ന ശ്രീയെ നോക്കി ശ്യാമ് കളിയാൽ ചോദിച്ചു. ശ്യാമിനെ കണ്ടതും ശ്രീയുടെ മുഖം വിടർന്നു. നീ എന്താടാ നോക്കുന്നേ? തൻ്റെ പിന്നിലേക്ക് നോക്കുന്ന ശ്യാമിനെ കണ്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ശ്രീ ചോദിച്ചു. ഞാനേ എൻ്റെ ഏട്ടൻ നോക്കിയതാ. നിന്നെ വിളിച്ചോണ്ട് തന്നെ അമ്മ ഉന്തി തള്ളി വിട്ടതായിരുന്നു. ഓ, അങ്ങനെയായിരുന്നു. എനിക്കിട്ട് പണിയാൻ വേണ്ടി ഇല്ലാത്ത തിരക്കുണ്ടാക്കി പോയതാ. എങ്ങോട്ട്? എനിക്കെങ്ങനെ അറിയാനാ? അല്ല ശ്യാമേ, നിനക്ക് സുഖല്ലേ? എന്തോ പന്തികേടുണ്ടല്ലോ. എന്ത് പന്തികേട്? അല്ല, നീ സുഖവിവരം തിരക്കിയെങ്കിലേ അതെന്തോ പണി തരാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോളെ. കൊച്ചു കള്ളൻ, മനസ്സിലാക്കി എടുത്തു. സംസാരിച്ച് നിൽക്കാതെ ഈ ബാഗൊക്കെ നീ എടുത്തു വാ. അതും പറഞ്ഞ് ശ്രീ ശ്യാമിൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ മിത്തുമോളെയും വിളിച്ച് വീട്ടിലേക്ക് പോയി. കോരങ്ങി പോണ പോക്ക് കണ്ടില്ലേ? ഇതിലേക്ക് ഇനി എന്താണോ എന്തോ ഒടുക്കത്തെ വെയിറ്റ്. ശ്യാം ശ്രീ പോയ വഴിയെ നോക്കി പല്ലെടുമ്പിക്കൊണ്ട് അവളുടെ ബാഗും എടുത്ത് ഉള്ളിലേക്ക് നടന്നു. മിത്തുമോളെ, ഞാൻ വന്നല്ലോ. ശ്രീ സെറ്റിയിലിരുന്ന് കാർട്ടൂൺ കാണുന്ന മിത്തുവിനെ എടുത്ത് കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഹൈ, ഇനി മുറ്റായി കൊഞ്ഞോ. അയ്യോ, ഞാൻ മറന്നല്ലോ ചക്കരെ, നമുക്ക് പിന്നെ വാങ്ങട്ടോ. അപ്പോഴേക്കും അംബികയും നീതുവും അവരുടെ ബഹളം കേട്ട് ഹാളിലേക്ക് വന്നിരുന്നു. ശ്രീമോളെ, മതി സംസാരിച്ചേ,
നീ ഫ്രഷായി വന്ന് വലതും കഴിക്കാൻ നോക്ക്. കോളേജിലെയും ഫ്ലാറ്റിലെയും വിശേഷം വാതോരാതെ പറയുന്ന ശ്രീയെ നോക്കിക്കൊണ്ട് അംബിക പറഞ്ഞു. അയ്യോ, ഇപ്പോഴാ ഓർത്തെ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ വേഗം പോയി ഫ്രഷായി വരാട്ടോ. അതും പറഞ്ഞ് ശ്രീ കയ്യിലുള്ള വെത്തുവിനെയും കൊണ്ട് മുകളിലേക്ക് പോയതും മറ്റുള്ളവർക്ക് അവൾക്ക് ഇപ്പോഴും ഒരു മാറ്റില്ലെന്ന എക്സ്പ്രഷൻ ഇട്ട് നോക്കി നിന്നു. 5 ദിവസങ്ങൾക്ക് ശേഷം. എടി ശ്രീ, ആ ഫാനൊന്ന് ഓൺ ചെയ്യടി. ശ്യാം TV കാണുന്നതിനിടയിൽ അവൻ്റെ അടുത്തു കൂടെ പോയ ശ്രീയെ നോക്കി പറഞ്ഞു. അതൊന്ന് നിനക്ക് പോയി ഓൺ ചെയ്താ, ഞാനിവിടെ ഇരിക്കല്ലേ. അതിന് വേണില്ലേ ഓൺ ചെയ്യടാ. ഓഹോ, ഇപ്പം അങ്ങനെയായില്ലേ, നിനക്ക് പല്ലിന് എന്നെ വേണ്ടല്ലോ. ഞാൻ ഓൺ ചെയ്യാം, പോരെ, അതിന് നീ ഇങ്ങനെയൊക്കെ പറയണോ? ശ്യാം കള്ളസന്റി അടിച്ചതും ശ്രീ മൂക്കും കുത്തി വീണു. ഡേ, നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് പാടി. ഞാനോ? അല്ലാതെ, നല്ല കുട്ടിയല്ലേ എൻ്റെ. ശ്യാം പറഞ്ഞതും ശ്രീ പോയി അവന് വെള്ളം എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. താങ്ക്സ്, ഇനി ഗ്ലാസ് ഒന്ന് കഴുകി വെച്ചേക്കേ, എൻ്റെ പട്ടി കഴുകും, നീ കുറെ നേരമായാലും തുടങ്ങിയിട്ട്. ശ്രീ കയ്യിലുള്ള ഗ്ലാസ് ശ്യാമിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ശ്രീ, നീ എന്നെ ഇത്രയും ടോർച്ചർ ചെയ്തിട്ടും ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? പരിഗണിക്കാൻ തുടങ്ങിയ അതിൻ്റെ അർത്ഥം നിന്റെ ആയുസ് ഒടുങ്ങിയെന്നാ. അതിന്? ശ്രീ പറയുന്ന മമ്മൂക്ക ഡയലോഗ് കേട്ട് കിളി മാറിയിരുന്ന ശ്യാം ചോദിച്ചു. ഓ, ഒക്കെ നശിപ്പിച്ചു. എന്നൊരു മൂവി ഡയലോഗ് മര്യാദക്ക് പറയാൻ കൂടി പോട്ടെ സമ്മതിക്കൂല. എൻ്റെ ശ്രീ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ TV ആണോ നിന്റെ പേറ്റെടുത്ത്? വാ തുറന്ന മൂവി ഡയലോഗ് ഇത് കേവിടുന്ന് കിട്ടുന്നു. TV എന്നെ അല്ലടാ, ഞാൻ TVയാ പേറ്റിട്ടെ. എൻ്റെ പൊന്നോ, ഞാനൊന്നും പറഞ്ഞില്ലായേ, നിന്നെയൊക്കെ സഹിക്കുന്നതിൻ്റെ ശിവേട്ടനെ സമ്മതിക്കണം. പൂവർ ബ്രോ, നിന്റെ കോവേട്ടനെ എന്നെ അല്ലടാ, ഞാനാ ആ കാലമാണ് സഹിക്കുന്നേ. ആ കാലിനൊരു വിചാരമുണ്ട്, കാലിപ്പോൾ കണ്ടുപിടിച്ചത് അങ്ങേരാണെന്നാ. ഞാനൊഴുകി ഈ വീട്ടിൽ എല്ലാവരോടും അങ്ങേര് ചിരിച്ച് സംസാരിക്കും. എന്നോടൊന്ന് ചിരിച്ചാൽ വായിന്ന് മുത്തുപൊഴിയോ? കാലമാടൻ, അതിനെ ഞങ്ങൾക്ക് മാച്ചായ പേര്. ശ്രീ, വേണ്ട, മതി, നിർത്ത്. ശ്യാം ശ്രീയുടെ പിറകിലേക്ക് നോക്കി പേടിയോടെ പതിഞ്ഞ ശബ്ദത്തിൽ ശ്രീയോട് പറഞ്ഞു. ഇല്ല, ഞാൻ നിർത്തില്ല. തള്ളേ, കാലിപ്പ് തീരുന്നില്ലല്ലോ. നിനക്കറിയോ, നിന്റെ ആ പാരട്ട ശിവേട്ടനില്ലേ, ആ കാലമാടൻ ഇന്നലെ എന്നെ കൂടെ അങ്ങയുടെ ഷർട്ട് അയൺ ചെയ്യിപ്പിച്ചു. അതെന്റെ കയ്യിൽ നിന്ന് അറിയാതെ കഴിഞ്ഞതിന് അങ്ങേരുടെ ചെവി പിടിച്ചിട്ടാ പകരം വീട്ടിയത്. ആ ദേഷ്യത്തിലേ ഞാൻ അങ്ങയുടെ വേറൊരു ഷർട്ട് എടുത്ത് മനപ്പുറം കത്തിച്ചു. അതിനാ കാലിനെ ഒരു മണിക്കൂർ നേരം ഒറ്റക്കാലി നിർത്തിച്ച്. അതിന്റെ പ്രതികാരമായിട്ടാ ഞാൻ അങ്ങയുടെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫയല് മനപ്പുറം മാറ്റി വെച്ചത്. കാലമാണ് പട്ടി തെണ്ടി. പിന്നെ നിനക്കറിയോ? ശ്രീ ശിവയോടുള്ള ദേഷ്യത്തിൽ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അയ്യോ ശ്രീ, മതി, നിർത്ത്. ശ്യാം പേടിയോടെ കണ്ണുകൊണ്ട് പിറകിലേക്ക് നോക്കി ഗോഷ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ഞാൻ നിർത്തില്ല. ഇനിയും എനിക്ക് പറയണം. എൻ്റെ പൊന്ന് ശ്രീ, നീ ഒന്ന് പിന്നിലേക്ക് നോക്ക്. പിന്നിലോ? പിന്നിലെന്താ? അതും പറഞ്ഞ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ ശ്രീ ഒരു ഭാവത്യാസമില്ലാതെ തന്നെ നോക്കി മാറിൽ കൈകൾ പിടിച്ച് കെട്ടി നിൽക്കുന്ന ശിവയെ കണ്ട് ഞെട്ടി. ജാങ്കോ, നീ അറിഞ്ഞോ? ഞാൻ പെട്ട്. ശ്രീ പതിയെ ശ്യാമിനോട് പറഞ്ഞ് ശിവയെ നോക്കി പല്ലിളിച്ച് കാട്ടി പതി അവിടെ നിന്ന് ഓടാൻ നിന്നതും അതിനു മുന്നേ ശിവ അവളെ പൊക്കിയെടുത്ത് തോളിട്ട് റൂമിലേക്ക് നടന്നു. എനക്ക് ആലമാടാ, എന്നെ താഴെ ഇറക്കടാ. ഡാ ശ്യാമേ, എന്നെ ഈ കാലിന്റെ കയ്യിൽ നിന്ന് ഒന്ന് രക്ഷിക്കടാ. ശ്രീ അവന്റെ പുറത്ത് തബല വായിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ ദൈവമേ, ആ കൊച്ചിന്റെ പല്ലും നഖയെങ്കിലും ഈ കാലമാടം ബാക്കി വെച്ചാൽ മതിയായിരുന്നു. ആ എൻ്റെ അമ്മ, എൻ്റെ നാടു, എടാ കാലമാടാ, ഞാനെന്താ നിങ്ങൾക്ക് എറിഞ്ഞു കളിക്കാൻ വല്ല പന്തുവാണോ? അയ്യോ, എൻ്റെ ഊരെ കാലമാടം തന്നെ പോയെന്നാ തോന്നുന്നേ. ശിവശ്രീയെ ബെഡിലേക്ക് ഇട്ടതും ശ്രീ ബെഡിൽ നിന്ന് എണീറ്റിരുന്ന് മുതുകും തടവിക്കൊണ്ട് പറഞ്ഞു. മിണ്ടരുത് നീ, എന്തൊക്കെയാണ് നീ താഴ്ന്ന് വിളിച്ചു പറഞ്ഞേ? അപ്പൊ അങ്ങനെയൊന്നും കേട്ടില്ലേ? വെറുതെ പേടിച്ചു പോയി. എന്തോ ആലോചിച്ചിരിക്കടി, ഞാൻ ചോദിക്കുന്നു നീ കേൾക്കുന്നില്ലേ? ശ്രീയുടെ നേരെ മുഖം കുനിച്ചുകൊണ്ട് ശിവ കലിപ്പിൽ ചോദിച്ചതും ശ്രീ ഒന്നും ഞെട്ടി. കേൾക്കുന്നുണ്ട്. നീ എന്തൊക്കെയാ താഴ്ന്ന് വിളിച്ചു പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. ശ്രീ നിഷ്കളങ്കതയോട് അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. എന്റെ മുഖത്ത് നോക്കി പറയടി, നീ ഒന്നും പറഞ്ഞില്ലെന്ന്. ശ്രീയുടെ മുഖത്തിനോട് മുഖം അടുപ്പിച്ച് ശിവ പറഞ്ഞതും ശ്രീ പേടിയോട് അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. വീണ്ടും അവൻ ആ ചോദ്യം ആവർത്തിച്ചതും അവൾ ഏതോ ലോകത്തുന്ന പോലെ തലയാട്ടി. അവൾ തലയാട്ടിയതും പെട്ടെന്നാണ് ശിവ അവളുടെ കൈ പിന്നിലേക്ക് പിടിച്ചു തിരിച്ചത്. ആ, എനിക്ക് കയ്യിന്ന് വിട് പ്ലീസ്, എനിക്ക് വേദനിക്കുന്നു. നീ ഇങ്ങോട്ട് ഒന്ന് ചൊറിയാതെ ഞാൻ എപ്പോഴെങ്കിലും നിന്നെ വന്ന് ചൊറിഞ്ഞിട്ടുണ്ടോടി? ഇല്ല. ഇനി മേലിൽ ആരുള്ളെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ഇല്ല, ഞാൻ പറയില്ല.
എവിടെയാണ് എൻ്റെ ഫയല്? ഏത് ഫയല്? എനിക്കൊന്നും അറിയില്ല. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. നീയല്ലേ കുറച്ചു മുമ്പ് വിളിച്ചു കൂവിയേ? അത് പിന്നെ ഞാൻ നിന്ന് ബെബ പഠിക്കാതെ പോയി എഴുതിട്ട് പാടി. നീ കാരണം ലക്ഷ്യങ്ങളാ എനിക്ക് നഷ്ടം വന്നത്. സോറി. അവളുടെ ഒരു കോറി. മര്യാദയ്ക്ക് വേഗം പോയി ആ ഫയൽ എടുത്തിട്ട് വാ. എൻ്റെ കയ്യിന്ന് വിട്. ശ്രീ പറഞ്ഞതും ശിവ അവളുടെ കയ്യിലെ പിടിപെട്ടു. ഇനി എന്തോ നോക്കിയിരിക്കാം, എണീറ്റ് പോയി എടുത്തിട്ട് പാടി. അതിന് മുന്നിൽ നിന്ന് മാറിയല്ലേ എനിക്ക് പോവാൻ പറ്റൂ. ശ്രീ പറഞ്ഞത് കേട്ടതും ശിവ ഒന്ന് തറപ്പിച്ച് നോക്കി മുന്നിൽ നിന്ന് മാറിക്കൊടുത്തു. കാലമാടൻ്റെ കൈ ഒറ്റുന്ന തോന്നി. പട്ടി തെണ്ടി ദുഷ്ടൻ. ശ്രീ കയ്യും തിരുമ്പി പെറുപെറുത്ത് കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. ശ്രീ ഇപ്പം അധികം പറഞ്ഞതാണെങ്കിലും ശിവ അത് കേട്ടിരുന്നു. ബാത്റൂമിൽ കയറി പോകാതെ ഫയൽ എടുത്ത് താടി. അതെടുക്കാൻ തന്നെയാ പോകുന്നേ. അതും പറഞ്ഞ് ശ്രീ ബാത്റൂമിലെ ചുമരിൽ പിടിപ്പിച്ചിരുന്ന കുഞ്ഞു ഷെൽഫ് തുറന്ന് അതിൽ നിന്നും ശിവയുടെ ഷേവിംഗ് സെറ്റും മറ്റും എടുത്തു മാറ്റി അതിൽ നിന്നും വളരെ സൂക്ഷ്മതയോടെ ഫയൽ പുറത്തേക്ക് എടുത്തു. ഇതാ നിങ്ങളുടെ ഫയല്, കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. ശ്രീ കയ്യിലുള്ള ഫയൽ ടേബിളിലേക്ക് വെച്ച് കിളിപാറി നിൽക്കുന്ന ശിവയോട് പറഞ്ഞു. ഇനി മേലിൽ നീ ഇങ്ങനെ ചെയ്യോടി.